പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് മാച്ചിൽ അദ്ദേഹത്തിൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നിലവിലൊരു ലെജൻഡറി റെസ്ലറായ JBL പങ്കുവെക്കുന്ന ചില അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ WWE റിങ്ങിനോട് ഇവിടെ പറയാൻ പോകുന്ന ജോൺ സിനയുടെ കരിയറിലെ അവസാന മത്സരം, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിലെ അദ്ദേഹത്തിൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാധകർ പലതരത്തിലുള്ള പേരുകൾ പങ്കുവെക്കാറുണ്ട്, ഹോൾ ഓഫ് ഫെയിമേഴ്സ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പങ്കുവെക്കാറുണ്ട്. ആ ഒരു കൂട്ടത്തിൽ ജോൺ സിനയുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ഹോൾ ഓഫ് ഫെയിമർ JBL പങ്കുവെക്കുന്ന കുറച്ച് റെസ്ലേഴ്സ് പേരുണ്ട്. ആ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ JBL പറയുന്ന പേരുകളിൽ ജെ ഊസോയുടെ പേരുണ്ട്, ജേക്കബ് ഫാറ്റുവിൻ്റെ പേരുണ്ട്, റോമൻ റീൻസിൻ്റെ പേരുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത ബ്രോക്ക് ലെസ്നറിൻ്റെ പേരുണ്ട്. ഇവരിൽ ആർക്കെങ്കിലും എതിരെ ജോൺസിന് റിട്ടയർമെൻറ്റ് മാച്ച് കളിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിന് കൃത്യമായിട്ടുള്ള ഒരു എൻഡ് കൊടുക്കണമെന്നാണ് JBLൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പങ്കുവെച്ച ഈ ഒരു ലിസ്റ്റിൽ ജോൺസിനയുടെ എതിരാളിയായി ഏതെങ്കിലും ഒരു റെസ്ലർ വരാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? JBL പങ്കുവെക്കുന്ന അഭിപ്രായം എന്നോണം ബ്രോക്ക് ലെസ്നറൊക്കെ തിരികെ വന്ന് ജോൺസിനെതിരെ ജോൺസിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് കളിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.